ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സഹായത്തോടെ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന റോബോട്ടുകളുടെ കാലമാണിത്. AI-യുടെയും റോബോട്ടിൻ്റെയും വരവോടുകൂടി മനുഷ്യർക്ക് ജോലി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ റോബോട്ട് കാരണം നായ്ക്കളുടെ ജോലിയും പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇറ്റലിയിലെ മിലിറ്ററി പോലീസായ കരബേനിയേറിയ റിമോട്ട് കൺട്രോൾ റോബോട്ടിക് പോലീസ് നായയെ നിയമിച്ചിരിക്കുകയാണ്. സയത്ത എന്ന് പേരിട്ട യന്ത്രനായയെ റോമിലെ ബോംബ് സ്ക്വാഡിലേക്കാണ് നിയമിച്ചിരിക്കുന്നത്. 4 കാലുകളുള്ള റോബോട്ടിക് നായയ്ക്ക് പരമാവധി 150 മീറ്റർ ദൂരം വരെ പ്രവർത്തിക്കാൻ കഴിയും. ഉയർന്ന അപകട സാധ്യതയുള്ള നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കും മനുഷ്യന് പ്രവേശിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾക്കും സയത്തെ നിയോഗിക്കുമെന്നാണ് മിലിറ്ററി പോലീസ് അറിയിച്ചിരിക്കുന്നത്. വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയാത്ത പരുക്കൻ ഭൂപ്രദേശങ്ങളിലൂടെ ആയാസമില്ലാതെ സഞ്ചരിക്കാൻ സയത്തയ്ക്ക് കഴിയും. പടികൾ കയറാനും ഇറങ്ങാനും കഴിവുള്ള റോബോട്ടിക് നായയ്ക്ക് അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കാനുള്ള കഴിവുമുണ്ടെന്ന് അധികൃതർ പറയുന്നു. നൂതന ലേസർ തെർമൽ ഇമേജിംഗ് സെൻസറുകൾ ഉപയോഗിച്ച് ലൊക്കേഷനുകൾ മാപ്പ് ചെയ്യാനും സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനും രാസവസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ തിരിച്ചറിയാനും സാധിക്കും. ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരും സന്ദർശകരും റോമിലേക്ക് ഒഴുകിയെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന 2025 ജൂബിലി വർഷത്തിൽ ഇറ്റാലിയൻ പോലീസിന്റെ ഒരു ആധുനിക സുരക്ഷാ ആസ്തിയായിരിക്കും സയത്ത യന്ത്രനായ എന്ന് ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറ്റലിയെ കൂടാതെ അമേരിക്കയും റോബോട്ടിക് നായയെ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂയോർക്കിൽ ബഹുനില കാർ പാർക്കിംഗ് കെട്ടിടം തകർന്ന് ഒരാൾ മരിക്കുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വിന്യസിക്കപ്പെട്ടത് റോബോട്ടിക് നായയും ഡ്രോണുകളുമാണ്. അപകടാവശിഷ്ടങ്ങളുടെ രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് റോബോട്ടിക് നായയെ വിനിയോഗിച്ചത്. റോബോട്ട് അപകടത്തിൽ മരിച്ച ആളുകളുടെ മൃതദേഹം കണ്ടെത്തിയതായി അന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂയോർക്ക് സിറ്റി ഫയർ ഡിപ്പാർട്ട്മെന്റ് ട്വിറ്ററിൽ പങ്കിട്ട വീഡിയോയിൽ അഗ്നിശമന സേനാംഗങ്ങൾ കെട്ടിടത്തിനരികിൽ നിൽക്കുമ്പോൾ റോബോട്ടിക് നായ ഒരു കെട്ടിടത്തിന് പുറത്ത് ചുറ്റുന്നതായി കാണാം. മറ്റൊരു വീഡിയോയിൽ ദൈവത്തിന് നന്ദി, കെട്ടിടത്തിൽ പോകാൻ കഴിയുന്ന റോബോട്ടിക് നായ ഞങ്ങളുടെ പക്കലുണ്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആഡംസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഹുണ്ടായുടെ ഉടമസ്ഥതയിലുള്ള ബോസ്റ്റൺ ഡൈനാമിക്സ് നിർമ്മിച്ച റിമോട്ട് കൺട്രോൾ റോബോട്ടാണ് സ്പോട്ട് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ഡിജിഡോഗ്. അത് കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുന്നതിൽ മുൻപന്തിയിലായിരിക്കുമെന്നാണ് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നത്. റോബോട്ടിക് പോലീസ് നായയ്ക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനുഷ്യരെ സഹായിക്കാനും സബ്വേകളിലും അപകടകരമായ പ്രദേശങ്ങളിലും പട്രോളിംഗ് നടത്താനും നിർമ്മാണ സൈറ്റുകൾ നിരീക്ഷിക്കാനും കഴിയും. ആളുകളുമായി ആശയവിനിമയം നടത്താനും ഇത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. GPS ടാഗ് ഘടിപ്പിച്ച് മൗണ്ട് ചെയ്തതോ ഹാൻഡ് ഹെൽഡ് ലോഞ്ചറുകളോ ഉപയോഗിച്ച് അപകടകരമായ കാർ ചേസുകൾ ഒഴിവാക്കാനുള്ള സ്റ്റാർ ചേസ് സംവിധാനവും അവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേയർ എറിക് ആഡംസ് പങ്കെടുത്ത പത്രസമ്മേളനത്തിലാണ് നായയുടെ മാതൃക ആദ്യമായി വെളിപ്പെടുത്തിയത്. ഇപ്പോൾ മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് റോബോട്ടിക് നായ്ക്കളെ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഭാവിയിൽ നായ്ക്കൾ ഇല്ലാതാവുകയും ഇത്തരത്തിലുള്ള റോബോട്ടുകൾ മാത്രമാവുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല.